السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا كما يحب ربنا ويرضى. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا منه آيات محكمات هن أم الكتاب. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات دروس اللغة العربية لغير الناطقين بها تحت إشراف فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിന് ഉൾപ്പെടെ കീഴിൽ നടന്നു വരുന്ന മദീന അറബിക് കോഴ്സിലെ 3-ാം പാഠപുസ്തകം, അതിലെ 1-ാമത്തെ സെമസ്റ്ററിലാണ് നാം ഉള്ളത്. എവിടെ എത്തി? പേജ് നമ്പർ 56. 56. وماذا قرأنا أخيرا؟ تمارين 11. سنبدأ 11. وقفنا قرأنا أخيرا التمرين العاشر تمرين رقم 16 ومنه قرأنا نقطة 10. 10-ാമത്തെ പോയിന്റ് നമ്മൾ വായിച്ചു. ألا تزال نائما قم فقد أذن للعصر. What is mean by ألا تزال نائما? എന്താ അർത്ഥം? ഇപ്പോഴും ഉറങ്ങുകയാണോ? നീ ഇപ്പോഴും നീ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? ألا تزال نائما. Are you keep on sleeping? എന്നാണ് ചോദിക്കുക. നീ ഇപ്പോഴും ഉറങ്ങുന്നവനാണോ എന്നതാണ് ഇതിലെ ഭാഷാശൈലി. അലാ തസാലു നാഇമൻ. അപ്പൊ നാഇമൻ എന്തുകൊണ്ടാണ് നസ്ബ് വന്നത്? എന്താണ്? കാനയുടെ സഹോദരിയായത്. കാനയുടെ സഹോദരി എന്ന് പറയണ്ട. മസാല അല്ലെങ്കിൽ ലം യസൽ ലാസാലയുടെ ഖബറായതുകൊണ്ട് ലാസാല എന്നാണ് പറയുന്നത്. ലം യസൽ ലായസാലുവിന്റെ ഖബറായതുകൊണ്ട് ലായസാലു ആണ് അതിന്റെ അടിസ്ഥാനം. ലായസാലു ആണ് അതിന്റെ അടിസ്ഥാനം. പിന്നീട് നീ എന്നാക്കാൻ വേണ്ടിയാണ് ലാ തസാലു എന്നാക്കി. ചോദിക്കാൻ വേണ്ടി അലാ തസാലു എന്നാക്കി. എന്റെ ഖബറായതുകൊണ്ട് നാഇമൻ എന്നാക്കി. فقد أذن للأسر. ഇതായിരുന്നു നമ്മുടെ പോയിന്റ്. عين الأسماء الفاعلين والمفعولين في الجمل الآتية واذكر أصل كل واحد منها والفعل الذي اشتق منه اسم المفعول الأسماء الفاعل والمفعول. اسم الفاعل المفعول വേണം. അപ്പൊ എന്താണ് 10-ാമത്തേല്? അലാ തസാൽ നാഇമൻ ഖും ഫഖദ് ഉദ്ദിന നാഇമൻ. 10-ാമത്തേല് നാഇമൻ. الحادي عشر لا تقبل السلعة المبيعة. എന്താ അർത്ഥം? സിൽഅത്ത് എന്താ? സാധനങ്ങള്. ചരക്ക്. ചരക്കെന്നാണ് ശരിക്കും നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ സാധനങ്ങൾ എന്ന അർത്ഥത്തിലാണ്. നമ്മൾ സാധനം എന്ന് പറയുന്നത് എന്തിനാണോ അതിനൊക്കെ സില്ലത്ത് എന്ന് പറയാം. ചരക്ക്, വസ്തുവകകൾ എന്നൊക്കെയുള്ള അർത്ഥം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗുഡ്സ്. ഗുഡ്സ് ചെറുതും വലുതും ഒക്കെ ഉണ്ടാവും. മബിയാത്ത് എന്താണ്? വിൽക്കപ്പെട്ടത്. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ കണ്ടെത്തേണ്ടത്? ഏതാണ്? ഇസ്മുൽ മഫ്ഊൽ എന്ന് പറയും.
കേട്ടോ. ഇസ്മുൽ മഫൂല് ഇസ്മുൽ മബിയാത്ത് മഫൂല് മബിയാത്താണ്. സിലാത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ട് മബിയാത്തിനെ സ്ത്രീലിംഗമാക്കിയത്. മബിയാണ് എന്നാണ് അത്. വിറ്റു, ബാഇഉൻ വിൽക്കുന്നവൻ, മബിയഉൻ വിൽക്കപ്പെട്ടത്. സോൾഡ് ഗുഡ്സ് ആർ sold goods will not be accepted or will not be taken back എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ലാ തുഖ്ബൽ സ്വീകരിക്കപ്പെടുകയില്ല. അസിൽഅത്തുൽ മബിയഅതു വിൽക്കപ്പെട്ട സാധനങ്ങൾ. ഓക്കെ അല്ലേ? അതിന്റെ അർത്ഥത്തില് മബിയാത്തുൻ ഇസ്മുൽ മബിയത്തിന്റെ അസില് ബാഅ, മബിയൂഅത്തുൻ അല്ലേ? മബിയൂഉൻ. നമ്മൾ പറഞ്ഞു മഫ്തൂഹ് പോലെ ആക്കണം. മബിയൂഅത്തുൻ ബാ എന്താണ്? 3 അക്ഷരം ഉള്ളതാണ്. അപ്പൊ മഫ്തൂഹ് പോലെ ആക്കിയാൽ മതി. മബിയൂഉൻ. ഇവിടെ അസില് പറയാൻ പറഞ്ഞു നമ്മള് ചോദ്യത്തില്. ബിയ വദ്കുർ അസ്ല കുല്ലി വാഹിദ മിൻഹാ. ഓക്കെ. വൽ ഫിഅൽ അല്ലദി ഇസ്തഖ മിൻഹു. അൽ ഫിഅൽ എന്ന് പറഞ്ഞാൽ ബാഅയാണ്. അൽ അസ്ൽ എന്താണ്? മബിയൂഉൻ. അല്ല ശരിയാ. ബിഅയാണ്. അത് മജ്ഹൂലാണ് വേണ്ടത്. അസ്ലി ബിഅ യുബാഉ. അജ്വഫുൽ യാഇ ബൈഅ എന്നല്ലേ വരുന്നത്. الثاني عشر أجب عن السؤال التالي. أجب عن السؤال التالي. എന്തുണ്ട്? നമുക്കുള്ള വല്ലതും ഉണ്ടോ അതില്? അതല്ല, നിങ്ങൾ ഉത്തരം കാത്തിരിക്കുകയാണോ? താലി. അതെന്താ? ഇസ്മുൽ ഫാഇൽ. തലായത്തിന്റെ അർത്ഥം എന്താണ്? തുടർന്നു വന്നു. അജിബൻ താലി എന്ന് പറയുമ്പോൾ പാരായണം ചെയ്ത ചോദ്യത്തിന് ഉത്തരം തരുന്നത് താലി എന്ന് പറഞ്ഞാൽ തുടർന്നു വരുന്നത്. വൽഖമരി ഇദാ തലാഹ. തലായത്തിലു നാഖിസുൽ വാവി. الثالثة عشر عن أبي هريرة. لا അതിന്റെ അസ്ല് താലിയുൻ അല്ല, തലായത്തിലു താലിവുന്നാണ്. താലിവുൻ എന്നാണ്. പിന്നീട് എന്താണ്? അതിനെ വാവിനെ എന്ത് ചെയ്തു? അത് നമ്മൾ അതിലേക്ക് പോകണ്ട. അത് പറയാത്ത കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ ആവും. താലിവുൻ വാവ് നമ്മ സ്വീകരിക്കാത്തതുകൊണ്ടും മുമ്പുള്ളത് കെസ്റായതുകൊണ്ടും ആണ് താലി എന്നാക്കിയത്. الثالثة عشر عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال يسلم الصغير على الكبير والمار على القاعد والقليل على الكثير. وفي رواية يسلم الراكب على الماشي والماشي على القاعد والقليل على الكثير. എന്തൊക്കെയുണ്ട് അതില്? يسلم الصغير على الكبير والمار على القاعد. മാറുണ്ട്. അതിനെന്താണ്? അലൽ ഖാഇദി. അതെ, ഖാഇദ് ഇസ്മുൽ ഫാഇൽ അല്ലേ?
ഇത് പറയണ്ട ഉസ്താദ്, നൂറ് അതെ, മറമുറു ഇഷ്ടം. മാരിറുൻ മറ, അതെ, മുളഅഫ്. ആയിദ് എന്താണ്? ഇരിക്കുന്നു. അതെ, ഇസ്മു ഷഹീദ് ഫായിദ്. എന്താ പറയാ, സഹീഹാണ്, ഫൈല് സഹീഹാണ്, ഉം. അല്ലെങ്കിൽ സാലിമാണ്. ഫൈല് സാലിമാണത്. പിന്നെ അതിൽ വേറെ ഒന്നും പറയാനില്ല. കഅദ യഖഉദു വൽ ഖലീലു അലൽ കസീരി വഫീ റിവായത്തിൻ യുസല്ലിമു റാക്കിബു അലൽ മാഷി. റാക്കിബ്. റാക്കിബ്, റക്കിബ യർക്കബു, ഫൈല് സാലിം. സാലിം, സഹീൽ. സാലിം, സാലിം കേട്ടോ. സാലിം എന്ന് പറയുന്നതാണ് കുറെ കൂടെ അക്യുറേറ്റ്. കാരണം എന്താണ്? അത് മുളഅഫും മഹമൂസും മുഅ്തല്ലും അല്ല. അപ്പൊ എന്തായി? സലിമ മിനൽ ഇല്ലത്തി വസലിമ മിനൽ ഹംസത്തി വൽ തളഈഫ്. ഹംസ ഇല്ല, തളഈഫ് ഷദ്ദില്ല, പിന്നെ എന്താണ്, ഇല്ലത്തിന്റെ അക്ഷരമില്ല. അപ്പൊ എന്തായി? സാലിം. സാലിം എന്നാണ് മുകളിൽ പറഞ്ഞത്, എനിക്ക് ഓർമ്മ. സാലിമാണ്. യുസല്ലിമു റാക്കിബു അലൽ മാഷി. പിന്നെ വല്ലതും ഉണ്ടോ? മാഷിയും ആ, മാഷി. മഷ, മാഷിയും മഷായും. അതെ, മഷായംഷി, മാഷിയും. പിന്നെ അതിന്റെ ഇനം എന്താണ്? ആ, മഷായംഷി, മാഷിയും. വൽ മാഷി അല ഖാഇദി. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിടെയുണ്ട്? ഖാഇദും ഉണ്ട്, മാഷിയുണ്ട്. വൽ ഖലീലു അലൽ കസീരി. അപ്പൊ ആർക്ക് സലാം പറയണമെന്നാണ് പറഞ്ഞത്? ചെറിയവന് വലിയവൻ. അതെ. അബി ഹുറൈറത്ത എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഹുറൈറത്ത താ എന്തുകൊണ്ടാ പറഞ്ഞു? ഗൈറു മുൻസരിഫ്. ഗൈറു മുൻസരിഫ് ആകാനുള്ള കാരണം അനർബി ഹുറൈറ അനർബിയ. അല്ലേ? ഹിറത്തിന്റെ തസ്ഗീറാണ് ഹുറൈറത്ത്. ആ, ഹിറത്ത് എന്ന് പറഞ്ഞാൽ പൂച്ച അല്ലെങ്കിൽ പൂച്ചി. ഹിറത്തുൻ എന്ന് പറയുമ്പോൾ എന്തായി? കിത്തുൻ ആണ് ഹിറത്തുൻ പെണ്ണ്. ഹുറൈറത്ത് എന്ന് പറയുമ്പോ കുഞ്ഞു പൂച്ച. അതാണ്. പിന്നെ താ വന്നുകൊണ്ടാണ് എന്ത് ചെയ്തത്? അബി ഹുറൈറത്ത എന്ന് വന്നു. റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യുസല്ലിമു സഗീറു, ചെറിയ ആള്, അലൽ കബീരി, വലിയ ആൾക്ക് സലാം പറയണം. വൽ മാറു അലൽ ഖായിദി, നടക്കുന്നവൻ, ഇരിക്കുന്നവൻ സലാം പറയണം. വൽ ഖലീലു അലൽ കസീരി, കുറഞ്ഞവർ, അധികമുള്ളവരോട് പറയണം. വഫീ റിവായത്തിൻ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരു റിവായത്തിലുണ്ട്, മറ്റൊരു റിപ്പോർട്ടിലുണ്ട്. യുസല്ലിമു റാക്കിബു അലൽ മാഷി, വാഹനത്തിലിരിക്കുന്നവൻ അലൽ മാഷി, നടക്കുന്നവൻ പറയണം. വൽ മാഷി അലൽ ഖായിദി, നടക്കുന്നവൻ ഇരിക്കുന്നവനോട് പറയണം. വൽ ഖലീലു അലൽ കസീരി, കുറഞ്ഞവര് കൂടുതൽ അധികമുള്ളവരോട് പറയണം. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാകുന്ന വേറൊരു സംഭവം കൂടിയുണ്ട്. ഈ പറയാതെ പറയുന്ന ഒരു സംഭവം. അതായത് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ആര് പറഞ്ഞു എന്നത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ഒന്ന്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഉദ്ധരിക്കുന്നു. പിന്നെ ഇൻവെർട്ടർ കോമയ്ക്കകത്താണ് കാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ വാക്കുകളാണ് ഇവിടെ പറയുന്നത്. ഇൻവെർട്ടർ കോമ തീരുന്നതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ തീർന്നു. വഫീ റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായും വേറെ ഒരു റിപ്പോർട്ടിലുണ്ട്, അങ്ങനെ പറഞ്ഞതായും ഒരു റിപ്പോർട്ടുണ്ട്. അപ്പൊ എന്താണ് ഇത്? അങ്ങനെ പറഞ്ഞതും ഇങ്ങനെ പറഞ്ഞതും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തപ്പെട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. സൂക്ഷ്മമായി നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇത് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തരുന്നത്, കളക്ട് ചെയ്തിട്ട് നമ്മളെ മുന്നിൽ എത്തിച്ചേരുന്നത്.
ആധികാരിക രേഖയാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. الرابعة عشر التائب من الذنب كمن لا ذنب له. التائب من الذنب كمن لا ذنب له. തായിബൻ 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 അതിന്റെ അസുൽ എന്താ? വിഷ്ണു താബൈബൻ താബ യതൂബു താബിബൻ താബിബൻ ആ അസ്ലു താബ യതൂബു നിന്നും താവിബുൻ താവിബിൽ നിന്നും അല ദംബി കമൻ ലാ ദംബ ലഹു. അപ്പൊ ഇതെന്താണ്? അതൊരു ഹദീസാണ്. അത് ഹദീസ് എന്താണ്? ഹദീസാണ്. പക്ഷെ എന്തുകൊണ്ട് ഹദീസ് എന്ന് പറഞ്ഞില്ല എന്നാണ് ഞാൻ നോക്കിയത്. തായിബ് മിന ദംബി കമൻ ലാ ദംബ ലഹു. എന്താ അർത്ഥം? അതെ, പാപത്തിൽ നിന്നും തൗബ ചെയ്തിട്ടുള്ളവൻ ലാ ദംബ ലഹു, അവന് ഒരു പാപവും ഇല്ലാത്തതുപോലെയാണ്. ലാ എന്താണ് ഇവിടെ? എന്ത് ലായാണ്? നഫിയുൽ ജിൻസ്. വർഗത്തെ നിഷേധിക്കുന്നില്ല. ഇതിന് ഉപോദ്ബലകമായ ഖുർആൻ വചനങ്ങളുണ്ട്. ഇല്ലാമൻ താബ വആമന വഅമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവന്റെ തിന്മകളെല്ലാം അല്ലാഹ് നന്മകളായി രേഖപ്പെടുത്തും എന്നാണ് ഖുർആൻ അൽ ഫുർഖാനിൽ പറഞ്ഞിരിക്കുന്നത്. الخامسة عشر قال تعالى ولكل قوم هاد. അതെന്താ ഉള്ളത്? ഹാദിൻ ആ ഇസ്മ ഫായില് ഇസ്മ ഫായിലാണ്. അസ്ലുഹു ഹാദിയൻ ഹാദിയൻ അൽ ഫഅൽ الذي اشتق منه ഹദാ യഹ്ദി. ഹദാ യഹ്ദി അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്. കുഴപ്പമില്ല. ഹദാ യഹ്ദി ഹാദിൻ നാക്കിസിയ ناقص اليائي. السادسة عشر وقال كل نفس ഈ രണ്ട് സഹോദരിമാരും സംസാരിക്കുന്നുണ്ട്. അത് ഒരു സഹോദരി മാത്രം പറയും. രണ്ട് സഹോദരിമാരാണ് ഇതിനകത്തുള്ളത്, ഫാത്തിമയും സഫീറ. അപ്പൊ ഒരാൾ മിണ്ടുന്നില്ലേ? ഇല്ല. എന്ത് പറ്റി? ഇല്ല, ശബ്ദത്തിന് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. ശബ്ദത്തിന് കുഴപ്പം. ഉസ്മാൻ സാഹിബ്. ഉസ്താദെ, ഞാൻ റോഡിലായിപ്പോയി ഉസ്താദ്. എന്റെ വണ്ടി മോൻ കൊണ്ടുപോയി. ഞാൻ അവന്റെ മൊബൈലിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ സംസാരിക്കാത്ത. ആയിക്കോട്ടെ. റോഡിൽ ഇരിക്കുന്നത്. ഇപ്പം വരുമോ? സംസാരം ചെയ്യുന്നില്ല, നോക്കിയതാ. ശരി, ഓക്കെ. വക്കാല തആല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് വക്കാല വീണ്ടും അള്ളാഹ് പറഞ്ഞതായി വീണ്ടും പറയാണ്. അല്ലെങ്കിൽ വക്കാല അയ്യവൻ എന്നും ചിലപ്പോൾ പറയാറുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ വ്യത്യസ്ത രീതിയിൽ പറഞ്ഞു തരുന്നത് നമുക്ക് വ്യത്യസ്ത ശൈലിയിൽ വരും. അപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിക്കൊള്ളണം. അതൊന്ന് രണ്ടാമത് നമുക്ക് അങ്ങനെയൊക്കെ പറയാം എന്നുകൂടി നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ ലാംഗ്വേജ് പഠിക്കുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ പറയാം, ഇങ്ങനെയൊക്കെ വരും, എല്ലാം ഒരേപോലെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരുമോ എന്ന് നമുക്ക് തോന്നും. അങ്ങനെയല്ല. കാലത്ത് ആല എന്ന് പറയും, വക്കാല അയ്യവൻ എന്ന് പറയാം, വക്കാല എന്ന് മാത്രം പറയാം.
എല്ലാത്തിലും ലമീർ മുസ്തത്തിറുണ്ട്, ഒളിഞ്ഞു കിടക്കുന്ന സർവനാമമുണ്ട്. അത് അള്ളയെ സൂചിപ്പിക്കുന്നതാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അതിലെന്താ ഉള്ളത്? ദായിഖത്തുൻ. ദാഇഖത്തുൻ എവിടെ നിന്നാണ്? എന്താണ് അതിന്റെ അസല്? ദാഖ യദൂഖു. ആ ഇതൊക്കെ നോക്കൂ. ദാവിഖുൻ. ദാവിഖുൻ ഫാത്തിഹൻ പോലെ എടുക്കണം. ദാവിഖത്തുൻ. ദൂക്കും നിന്നപ്പോ വാവിയാണെന്ന് വന്നു, അജോബാണെന്ന് മനസ്സിലായി. പിന്നെ നെഫ്സായത് കൊണ്ട് അതിനെ എന്ത് ചെയ്താണ്? സ്ത്രീലിംഗ രൂപമാക്കി മാറ്റിയതാണ്. അപ്പൊ ദാവ്യക്കത്തിൽ നിന്നാണ് ശരിക്കും പറയേണ്ടത്. ദാഇഖത്തുൽ മൗത്തി, മരണത്തിന്റെ ആസ്വാദകനാണ് എന്നാണ്. മരണത്തിന്റെ ആസ്വാദകൻ ആ ശൈലിയിലാണ് അറബിയിൽ വന്നിരിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ മലയാളത്തിന്റെ ശൈലിയുമാണ് മരണത്തെ ആസ്വദിക്കുന്ന ആളാണ്. വദൂഖു മരണം അദാബൽ ആസ്വദിക്കുന്ന ഖുൽദിനില്ലേ മറ്റേ സജദയില്. ഇതാണ് വദൂഖു അദാബൽ അദാബൽ ഖുൽദി. ഹരിയത്ത് എന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെ എന്താണ് ഇളാഫത്തായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ദാഇഖത്തുൽ മൗത്തി, മരണത്തിന്റെ ആസ്വാദകൻ എന്നാണ് വന്നിരിക്കുന്നത്. ആ. മരണത്തിന്റെ ഇന്ത്യ എന്നാണ് വന്നിരിക്കുന്നത്. മലയാളത്തിലേക്ക് പറയുമ്പോൾ നമ്മൾ മരണം ആസ്വദിക്കുന്നവരാണ് എന്ന് പറയും. എല്ലാ ആത്മാവും മരണം ആസ്വദിക്കുന്നവരാണ്. ഇവിടെ ശരിക്കും എന്താണ്? നാമവാക്യമായിട്ടാണ് വന്നത്, ക്രിയാവാക്യമായിട്ടല്ല. ദാക്ക എന്ന പദം ഉപയോഗിക്കുന്നത് മറ്റൊരു സംഭവം, അത് വേറെയും വന്നിട്ടുണ്ട്. അദാബൽ ഖുൽദി. ഖുൽദി എന്ന് പറഞ്ഞാൽ എന്താ? ഹുൽദ് എന്താ? അദാബൽ ഖുൽദ് നരക അല്ല. ഹുൽദ് എന്താ? ഹുൽദ് ഖലദ യഖ്ലുദു ഖാലിദീന ഫീഹാ. ആ ഇത് നിത്യത, ഹുൽദ് നിത്യത. ഖലദ യഖ്ലുദു ഖുലൂദുൻ വ ഖുൽദുൻ. ഖുലൂദ് എന്നും പറയാം, ഖുൽദ് എന്നും പറയാം. അപ്പൊ വദൂഖു അദാബൽ ഖുൽദി എന്ന് പറഞ്ഞാല് നിത്യമായ ശാശ്വതമായ ശിക്ഷ ആസ്വദിച്ചോളൂ. ശിക്ഷ. ആ ഓക്കെ. അവിടെയും ഇലാഫത്തായിട്ടാണ് വന്നിരിക്കുന്നത്, അദാബൽ ഖുൽദി. അതെ. അങ്ങനെ അറബി ഭാഷയിൽ പ്രയോഗമുണ്ട്, ധാരാളം പ്രയോഗങ്ങൾ അങ്ങനെ ഇലാഫത്തായിട്ട് വരും. السابعة عشر تنقل صلاة الجمعة بالإذاعتين المسموعة والمرئية. മഫൂല്. എന്താണ്? തുങ്കലു സ്വലാത്തുൽ ജുമാഅത്തി അൽ മസ്മുഅത്ത് വൽ മർഇയ്യത്ത്. ഇസ്മു മഫൂല് മസ്മുഅത്ത്. ആ എന്താണ്? എന്ത് തരം ഫീലാണ്? മജ്ഹൂല്. സുമിയ. അതെ, സുമിയ. ഫീല് സാലിമാണ്. ആ സുമിയ, സുമയിൽ നിന്നാണ് മസ്മു ആകുന്നത്. പിന്നെ മർഇയ്യത്തോ? റുഇയ. റഅ, റുഇയ, റുഇയ, റുഇയ യുറ. അപ്പൊ മസ്മുഅത്തും മർഇയ്യത്തും എന്താ അർത്ഥം? കാണുന്ന, കേൾക്കുന്നു. ഓഡിയോ വിഷ്വൽ. നമ്മളെല്ലാം ഇംഗ്ലീഷിലേക്ക് പറയുന്നോണ്ട് നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. മസ്മുഅത്ത് ഓഡിയോ, മർഇയ്യത്ത് വിഷ്വൽ. നമുക്കത് സ്വലാത്തുൽ ജുമുഅ, സ്വലാത്തുൽ ജുമുഅ എന്ത് ചെയ്യും? പ്രക്ഷേപണം ചെയ്യപ്പെടും. ആ തുൻകലു, തുൻകലു എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നക്കൽ ചെയ്യപ്പെടുമെന്നാണ്, ഉദ്ധരിക്കപ്പെടും എന്നാണ്. നക്കൽ എന്ന് പറഞ്ഞാൽ ഇതിനെ മറ്റൊരിലേക്ക് മാറ്റപ്പെടും എന്നാണ്. നക്കലിയാത്ത് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ. തുൻകലു അപ്പോ അതെ, പ്രക്ഷേപണം നടത്തപ്പെടും എന്ന അർത്ഥമാണ്. സ്വലാത്തുൽ ജുമുഅത്തി ബിൽ ഇദാഅത്തൈനി, രണ്ട് ഇദാഅത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ തുൻകലു എന്ന വാക്ക് ഉപയോഗിച്ചത്. ബിൽ ഇദാഅത്തൈനി, രണ്ടു തരം
പ്രക്ഷേപണത്തിലൂടെയും അത് പ്രക്ഷേപണം ചെയ്യപ്പെടും. അപ്പൊ മസ്മുഅത്തും മർഇയ്യത്തും എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? റേഡിയോയിലൂടെയും ടെലിവിഷനിലൂടെയും എന്ന അർത്ഥമാണ് അല്ലെ? ഇദാഅതൈനി, രണ്ട് പ്രക്ഷേപണ രീതിയിലൂടെയും എന്ത് ചെയ്യും? സലാത്തുൽ ജുമാഅത്തി പ്രക്ഷേപണം ചെയ്യപ്പെടും. റേഡിയോയിലൂടെയും പ്രക്ഷേപണം ചെയ്യപ്പെടും, അതേപോലെ ടെലിവിഷനിലൂടെയും പ്രക്ഷേപണം ചെയ്യപ്പെടും. ഇജാസത്തുൽ ഖുർആൻ കരീം തുറന്നാൽ അതെല്ലാം കേൾക്കാം. തൊങ്കലു എന്നുള്ളതിന്റെ ഇതെന്താ? ഒരു മതി അങ്കലാണ് നക്കല നക്കല. നക്കല യൻഖുലു, യുൻഖലു, തുൻഖലു. സ്വലാത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് നക്കല മാറ്റി. നമ്മള് കയ്യെഴുത്ത് എഴുതുമ്പോ നക്കല് തയ്യാറാക്കൂലേ? ഉം. എന്താണ്? എല്ലാം അറബിയിൽ കിടക്കുകയാണ്, ഉറച്ചു കിടക്കുക. ഉം. നമ്മൾ നക്കല് തയ്യാറാക്കും. അതിന്റെ നക്കല് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ഈ നക്കല് കൊണ്ട് അതിന്റെ കോപ്പി എടുക്കുന്നതാണോ നക്കല്? എന്താണ് പ്രയോഗത്തിൽ അഡ്വക്കേറ്റുമാർ എന്താണ് ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. നക്കല് പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ അപ്പൊ അസലെന്താ? അസൽ കോപ്പിയും നക്കലും എന്ന് പറയൂലേ? എന്തായിരുന്നാലും ഇത് അവിടെ ഉണ്ട് സംഭവം, പ്രയോഗത്തിലുണ്ട്. ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു നക്കല്. അസല് ഒറിജിനൽ. നക്കല എങ്കുലാണ് ഭയങ്കര നക്കല എൻകൊലു, നക്കല എൻകൊലു. പിന്നെ മജ്ഹൂലാവുമ്പോ എല്ലാം എന്താവും? മധ്യത്ത് ഫതഹാവും. യൻകൊലു, യുൻകലു. സ്വലാത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് തുൻകലു എന്ന് പറഞ്ഞു. സ്വലാത്തുൽ ജുമാഅത്തി. സ്വലാത്തുൽ ജുമാ മാത്രമല്ല, റേഡിയോയിൽ എല്ലാ നമസ്കാരവും പ്രക്ഷേപണം ചെയ്തു. ജുമാ പ്രത്യേകിച്ചും. തഅമ്മൽ മായലി. അപ്പൊ ആ ഭാഗം തീർന്നു. ചിന്തിക്കുക. സല്ലമ അലൈഹി ഐ ഖാല ലഹു സലാമു, സലാമു അലൈക്കും. അപ്പൊ സല്ലമ സല്ലംതു എന്നൊക്കെയാണ് സാധാരണ സലാം പറഞ്ഞു എന്നുള്ളതിന് പറയുന്നത്. സലാം പറഞ്ഞു എന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞല്ലോ, സലാം പറഞ്ഞു. സലാം പറഞ്ഞു എന്നുള്ളതിന് എന്താ പ്രയോഗത്തിലുള്ളത്? സല്ലംതു അലൈഹി എന്നാണ് പറയുന്നത്. സല്ലംതു അലൈഹി, ഞാൻ അദ്ദേഹത്തിന് സലാം പറഞ്ഞു. സല്ലമ അലൈഹി, ഒന്നാമയാള് രണ്ടാമത്തെ ആൾക്ക് സലാം പറഞ്ഞു. അപ്പോ സല്ലമ അലൈഹി ഐ, അതായത് ഖാല ലഹു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതിനാണ് സല്ലമ അലൈഹി എന്ന് പറയുന്നത്. പിന്നെ സല്ലമ യുസല്ലിമു, സെല്ലിം നമുക്കറിയാം. അപ്പോ ഇവിടെ പറഞ്ഞെന്താണ്? സല്ലമ എന്ന് പറഞ്ഞാൽ സലാം പറഞ്ഞു, രക്ഷിച്ചു എന്നല്ല അർത്ഥം. എന്താണ്? സലാം പറഞ്ഞു. യുസല്ലിമു, സലാം പറയുന്നു. സെല്ലിം, നീ സലാം പറയൂ. ഇപ്പൊ കുട്ടികളോട് നമ്മൾ പറയുന്ന അടുത്തേക്ക് സലാം പറയൂ. ചെല്ലിമാലേ, ചെല്ലിമാലേ എന്ന് പറയും. ജോലിന് സലാം പറയൂ. ഇത്തല അലൽ അംരി, ഇത്തല അലൽ അംരി എന്ന് സാധാരണ യൂസേജ് ഉണ്ട്. ഇത്തല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എത്തി നോക്കി. എത്തി നോക്കി. ഖുറാനിൽ വായിച്ചിട്ടുണ്ടോ? തഹസിലുണ്ട്. ആയിട്ട് പറയും. ലവിത്തലഴുത്ത അലൈഹിം, ഈ ഇത്തല എന്ന വാക്ക് തന്നെ ഖുറാനിലുണ്ട്. സാഫാത്തിലുണ്ട്. പിന്നെ സൂറത്ത് ഹുമസയിൽ എന്താ പറഞ്ഞത്? തത്തലിയോ, അവിടെ എത്തിച്ചേരുമെന്ന് അർത്ഥമാണ്. അത് തന്നെ, അങ്ങനെയുണ്ട്. ഇത്തല അലൈഹിൽ അമ്ര, ഇത്തല അൽ അംരി, കാര്യത്തിൽ എത്തി നോക്കിയെന്ന് പറഞ്ഞാൽ അലിമ എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് മനസ്സിലാക്കിയെന്നാണ്.
അപ്പൊ ഇത്തല എന്നാണ് അതിന്റെ കൽപ്പന ക്രിയാരൂപം വരുന്നത്. ഇസ്തഅ്ദനഹു ഫീ കദ. ഇസ്തഅ്ദനഹു നമുക്കറിയാം, ഇസ്തഅ്ദന അദ്ദേഹത്തോട് ഫീ കദ എന്ന് പറഞ്ഞാൽ, കഥ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്നാൽ ഇന്ന കാര്യം, അതാണ് കഥ. അപ്രകാരം കഥ ഇപ്രകാരം. ഫീ കഥ എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ. ഇസ്തഅ്ദനഹു ഫീ കഥ, ഈ കാര്യത്തിൽ അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചു, ഈ വിഷയത്തിൽ. ഇസ്തഅ്ദന ഹു, അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചു. ഫീ കഥ, ഈ വിഷയത്തിൽ. ഐ ത്വലബ ഇദ്നഹു ഫീഹി, അതായത് ത്വലബ ഇദ്നഹു, അദ്ദേഹത്തിന്റെ അനുമതി ചോദിച്ചു, റിക്വസ്റ്റ് ചെയ്തു. ത്വലബ ഇദ്നഹു ഫീഹി, ആ വിഷയത്തിൽ. പിന്നെ അതിന്റെ ക്രിയാരൂപം ഇസ്തഅ്ദന യസ്തഅ്ദിനു ഇസ്തഅ്ദിൻ. ഏത് ഗ്രൂപ്പാണ്? ഇസ്തഗ്ഫറ ഗ്രൂപ്പ്. യഗ്തനമൽ ഫുർസത. ഫുർസത്ത് എന്താണ്? അവസരം. ഓപ്പർച്യൂണിറ്റി. ചാൻസ്, അവസരം. യഗ്തനമ എന്ന് പറഞ്ഞാൽ ഉപയോഗപ്പെടുത്തി. ഐ ഇൻതഹസഹ, അതിന് എന്റർടൈൻ ചെയ്തു. യഗ്തനമൽ ഫുർസത്ത് എന്ന് പറഞ്ഞാൽ അവസരം ഉപയോഗപ്പെടുത്തി. യഗ്തനമ യഗ്തനിമു യഗ്തനിം, ഏത് ഗ്രൂപ്പാ? യഖ്തലഫ. അതിൽ ഇഖ്തിലാഫ് ഇല്ലല്ലോ. ഇല്ല. പിന്നെ ഇൻതഹസ എന്ന വാക്കും പാഠത്തിലുണ്ടായിരുന്നു, എന്റെ ഓർമ്മ. ഇൻതഹസ. അപ്പൊ അത് ഏത് ഗ്രൂപ്പിലാണ്? ഇത് രണ്ടും എന്താണ്? പര്യായപദങ്ങളാണെന്ന് പറഞ്ഞില്ലേ? യഗ്തനമ അൽ ഫുർസത എന്ന് പറഞ്ഞാൽ പക്ഷെ രണ്ടും തരത്തിലാണെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ഒന്ന് സന്തോഷത്തോടെ ഉപയോഗപ്പെടുത്തിയെന്നാണ്. രണ്ട് തരത്തിലാണ്. ഇൻതസഹ, ഇൻതഹസ, യൻതഹിസു. ഏത് ഗ്രൂപ്പാണ് ഇൻതഹസ? എന്താണ്? ഇൻകലബ ഗ്രൂപ്പ്. തറാവഹ യതറാവഹു. തബാറക. തറാവഹ നമ്മൾ അന്ന് പറഞ്ഞല്ലോ. എന്താണ്? മനസ്സിലായില്ല. എന്താണ്? മനസ്സിലായില്ലേ? ഫ്ലക്ച്വേറ്റിംഗ്. മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തറാവീഹ് എന്താ? മാറിക്കൊണ്ടിരിക്കുക. കുറച്ചു നേരം നമസ്കരിക്കുക, പിന്നെ കുറച്ചു നേരം ഉണ്ടായിരിക്കുക. നമ്മളെ ഇവിടുത്തെ നമസ്കാരമല്ല തറാവീഹ് നമസ്കാരം എന്ന് പറയുന്നത്. ഇവിടെ നമ്മള് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അല്ലാഹു അക്ബർ, തീർന്നു. സലാം പറഞ്ഞത് കേൾക്കാം, അടുത്ത റക്അത്ത് പോയതും കേൾക്കാം. അത് തറാവീഹ് ഒന്നും ഇല്ല അതിനകത്ത്. നമസ്കരിച്ചിട്ട് വിശ്രമിക്കുന്നത് കൊണ്ടാണ്, ഇടയ്ക്ക് കുറെ നേരം നിന്ന് നമസ്കരിച്ചിട്ട് ഇടയ്ക്ക് വിശ്രമിക്കുക. അതുകൊണ്ടാണ് തറാവീഹ് എന്നും. ഖിയാമുൽ ലൈൽ എന്നാണ് അതിന്റെ ശരിക്കുള്ള പേര്. പിന്നെ അത് രാത്രി ഹയാത്താക്കലല്ല ചെയ്യുന്നത്. ഇനി ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നവർ പോലും എന്താണ്, ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞിട്ട് നമസ്കരിക്കുന്നില്ലേ? ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങിയിട്ട് വന്നിട്ട് ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്നവർ പോലും കുറെ ആൾക്കാര് മിഡിൽ ഈസ്റ്റില് പ്രത്യേകിച്ചും അവരെന്ത് ചെയ്യുന്നില്ല, ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങുന്നൊന്നുമില്ല.
നമസ്കാരം കഴിഞ്ഞ് മാർക്കറ്റിൽ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഖിയാമുൽ ലൈൽ നിസ്കരിക്കണം. ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ബ്രോക്കൺ ഡ്യൂട്ടി വരും. റമദാനിൽ ബ്രോക്കൺ ഡ്യൂട്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പൊ അവര് അറബികളെ സംബന്ധിച്ചോളം അവർക്ക് എന്ത് ചെയ്യണം, അവർ എൻജോയ് ചെയ്യുക. അത് നമുക്ക് ബ്രോക്കൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 9 മണിക്കോ 10 മണിക്കോ ആയിരിക്കും വർക്ക് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് 1 മണി വരെ 2 മണി വരെ വർക്ക് ഉണ്ടാവും. കഴിഞ്ഞിട്ട് എന്താ, ഫ്രീ ആയി. അടുത്ത സമയം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടാണ് അടുത്ത ഷിഫ്റ്റ് തുടങ്ങുന്നത്. അപ്പൊ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നമസ്കരിക്കുന്ന തറാവീഹിൽ കൂടാൻ പറ്റില്ല. ചിലപ്പോൾ 2 റക്അത്തൊക്കെ നമസ്കരിച്ചെന്ന് വരാം. ആ 2 റക്അത്ത് പോലും ചില സമയങ്ങളിൽ ഖിയാമുൽ ലൈൽ തുടങ്ങി കഴിയുമ്പോൾ ആ 2 റക്അത്ത് എന്ന് പറയുന്നത് ഭയങ്കര നീട്ടിയായിരിക്കും നമസ്കരിക്കും. അവിടെ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അങ്ങ് പോകുന്നത്. ചിലപ്പോൾ 2 or 4 റക്അത്ത് നമസ്കരിക്കും. പിന്നെ ബാക്കി അർദ്ധരാത്രിക്ക് ശേഷമാണ് പിന്നെ നമസ്കരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ബ്രോക്കൺ ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, 11 മണിക്കോ അങ്ങാണ്ടായിരിക്കും പിന്നെ തീരുന്നത്. പിന്നെ ഉറങ്ങാൻ സമയം ഉണ്ടാവില്ല. പിന്നെ 12 മണി കഴിയുമ്പോഴത്തേക്ക് നമസ്കാരം തുടങ്ങും. അറബികളെ സംബന്ധിച്ചോളം അവർ മാർക്കറ്റിൽ എന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഖിയാമുൽ ലൈൽ. അപ്പൊ ശരിക്കും രാത്രി ഹയാത്താക്കലല്ല, ഉറങ്ങിയിട്ട് എഴുന്നേക്കല്ല ചെയ്യും, മറിച്ച് ഫുള്ള് ലൈറ്റ് ആയിരിക്കും. ഫുള്ള് ലൈറ്റ് ആയതുകൊണ്ട് പകല് രാത്രിയും രാത്രി പകലും ആകും. അപ്പൊ പിന്നെ സുബഹി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയാല് ചിലപ്പോൾ ദുഹറിനൊക്കെ ആയിരിക്കും എണീക്കുക അവര്. രാവിലെ ഒന്നും അറബികളൊന്നും ഷോപ്പിലൊന്നും വരില്ല. അപ്പൊ തറാവഹ എന്ന് പറഞ്ഞാൽ അതാണ്. അതെ, അതിനാണ് പിന്നെ മിർവഹത്തിന് വന്നില്ലേ, മിർവഹത്ത് എന്താ, റാഹത്ത് നൽകുന്നത് ഫാന്. അപ്പൊ അറബികൾക്ക് പുതിയ സാധനം ഒന്നും കണ്ടുപിടിക്കേണ്ടെന്ന് വരില്ല. പേര് നമ്മൾ ഫാൻ എന്ന് പറഞ്ഞിട്ട് പുതിയ സാധനമാണ് കൊടുക്കുന്നത്. അവരുടെ ഡിക്ഷണറിയിലുള്ള വാക്ക് തന്നെയാണ്, സ്ഥിരം ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ്, മാറ്റി തിരിച്ചൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹാത്തി മുലാരി അൽ അഫ്ആലി നാത്തിയ തറക യത്റഖു നതക യൻതിഖു വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സ്വഹിബ യസ്ഹബു നമ്മൾ ധൈര്യമായിട്ട് പറയുക. മാറ്റം ഉണ്ടെങ്കിൽ മാറുകയും ചെയ്യാം. പക്ഷെ സമിഅ വന്നു കഴിഞ്ഞാൽ യസ്മഉ എന്നാണ് മോസ്റ്റ് കോമൺ ആയിട്ട് വരിക. സമിഅ യസ്മഉ. പിന്നെ റയർ ഗ്രൂപ്പാണ് അല്ലാതെ മാറി വരാം. റയർ ഗ്രൂപ്പുകളിൽ സമിഅ യസ്മഉ, ഹസിബ യഹ്സിബു. വേറെ ഗ്രൂപ്പ് വേറെ ഉണ്ടായിക്കൂടുന്നില്ല. വേറെ വാക്കുകൾ യഥാർത്ഥത്തിൽ സഹിബ വന്നു കഴിഞ്ഞാൽ യസ്ഹബു ആണ് മോസ്റ്റ് കോമൺ ആയിട്ട്. അതെ, ഹസുന യഹ്സുനു അത് ലമ്മാണ് രണ്ടിലും. കെസറുള്ളതില് മാറ്റം വരുന്നുണ്ടോന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഹാത്തി ജമാൽ കലിമാത്തിൽ ആത്തിയ നുസ്ഖത്തുൻ, നുസഖുൻ. ഹദിയത്തുൻ, ഹദായ. മർക്കസുൻ, മറാക്കിസു. അതെ, മറാക്കിസു. മസാജിദ് വന്നാൽ ഒരു ലമ്മേ ഉള്ളൂ. മറാക്കിസു. ഫുറസത്തുൻ, ഫുറസുൻ. ഉൻവാനുൻ,
അനാവീൻ. സിറുൻ أسرار അസ്റാറുൻ. ഹാത്തി മുഫ്രദൽ കലിമാത്തിൽ ആത്തിയ ഷുഊനുൻ شأن شؤون ഷഅനുൻ ഷഅനുൻ. ഷഅനുള്ള ആയത്ത് പഠിച്ചിട്ടുണ്ടോ? ഷഅനു യുഗ്നി ഷഅനുൻ യുഗ്നീഹി. മനാഹിജു മൻഹജുൻ منهج മൻഹജുൻ. എന്താ അർത്ഥം മനഹജ്? മൻഹജ് നടപടി. സിലബസ് സിലബസ് ആണ് നമ്മളിവിടെ പഠിച്ചത് കേട്ടോ. നടപടിക്രമം, ജീവിതക്രമം എന്നൊക്കെ വേറെ അർത്ഥമുണ്ട്. എന്തായാലും ഒരു അടുക്കും ചിട്ടയുള്ള ഒരു സംഭവത്തിനാണ് മൻഹജ് കഴിഞ്ഞ എന്ന് പറയുന്നത്. ലെസണിലുണ്ടല്ലോ അത്. അതെ, ഈ ലെസണിലല്ലേ? ആ ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അടുത്ത് തന്നെ പഠിച്ചിട്ടുണ്ട്. ഈ ലെസണിൽ ഈ മൻഹജ് നോക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നെന്ന് പറഞ്ഞില്ലേ? ആ ഇതിലല്ലാതെ തോന്നുന്നു, മുമ്പത്തേലാട്ടോ തോന്നുന്നു അല്ലേ? ഈ പാഠത്തിലാകാൻ സാധ്യത. فأحبون أطلع على مناهجه وكتبه. അതെ. ഇസ്മുൽ ഫഅലി വസ്മുൽ മഫ്ഊൽ നൗഉൽ ഫിഅലി. അൽ ഫിഅലു കതബ. കതബ എന്താണ്? സാലിമാണ്. കാത്തിബുൻ അസ്ൽ പറയേണ്ട കാര്യമില്ല. മക്തൂബുൻ. അൽ മുളഅഫ് സർറ സാറുൻ എന്നാണ് ഇസ്മുൽ ഫാഇൽ വരുന്നത്. സാരിറുൻ ആണ് അസ്ല്. മസ്റൂറുൻ ഇസ്മുൽ മഫ്ഊലാണ്. മസ്റൂർ വരുമ്പോൾ പിന്നെ അതിന്റെ അസ്ല് പറയേണ്ട കാര്യമുണ്ട്. കാരണം ഇവിടെ എന്താണ്? അത് പൊളിച്ചിട്ടാണുള്ളത്. ഷെഡ് പൊളിച്ചിട്ടാണുള്ളത്. പിന്നെ അൽ മുളഅഫുൽ അൽ ഫാ അൽ ഐന് അല്ല അൽ മഹ്മൂസ് അൽ ഫാ വൽ ഐനാണ്. മുളഅഫ് കഴിഞ്ഞു. മുളഅഫിന്റെയാണ് സർറ പറഞ്ഞത്. മഹ്മൂസിൽ ഫാ ഉണ്ടാകും, ഐനും ഉണ്ടാകും, ലാമും ഉണ്ടാകും. നമ്മളിതിന്റെ എല്ലാം ഉദാഹരണം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു. അക്കല പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഹംസ ഉള്ളതെല്ലാം ഒരു ഇനത്തിലാണ്. പക്ഷേ അക്കല നമ്മൾ പഠിക്കുമ്പോൾ ഹംസ ആദ്യത്തിലുള്ളതാണ്, സഅല പഠിക്കുമ്പോൾ മധ്യത്തിലാണ്, ജാ വരുമ്പോൾ അവസാനത്തിലാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എപ്പോഴെങ്കിലും ഉപയോഗപ്പെടും ചിലപ്പോ അങ്ങനെ പഠിച്ചു വെച്ചാൽ. അതിലൊന്ന് ഒരു അവസരമാണിത്. മഹ്മൂസുൽ ഫാ ഒന്നാമത്തെ അക്ഷരം ഹംസ വന്നത്. അഖദ ആഹിദുൻ. അപ്പൊ നമ്മള് അക്കല ആക്കിയതും പഠിച്ചുകൊണ്ട് കുഴപ്പമില്ല. അഖദയും നമ്മൾ ടേബിൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അന്ത്യത്തിൽ വന്നത്. അപ്പം ആഹിദുൻ അതിന്റെ അസുലൊന്നും പറയേണ്ടതില്ല. ആഹിദുൻ നാഖൂദുൻ. മഹ്മൂസുൽ ഐനുണ്ട്. സഅല സായിലുൻ മസ്ഉലുൻ. ലാമുണ്ട്. ഖറഅ ഖാരിഉൻ മഖ്റൂഉൻ. മിസാൽ വാവിയ് വസന വാസിനുൻ മൗസൂനുൻ. യാഇ വരുമ്പോ യസറ. യസറ എന്താ അർത്ഥം? എളുപ്പമായി. എളുപ്പമായി. ജാസിറുൻ എളുപ്പമായത്. മൈസൂറുൻ. മൈസൂറും കിട്ടിയില്ലേ നിങ്ങൾക്ക്? എളുപ്പമാക്കപ്പെട്ടത്. പിന്നെ അജോഫുൽ വാവിയും قال يقول قائل قابل مقول مقبول. യാഇ വരുമ്പോ ബാഅ യബീഉ ബായിഉൻ ബായിഉൻ മബീഉൻ മബിയൂഉൻ. നേരത്തെ നമ്മൾ പറഞ്ഞ് മഫ്തൂഹ് പഠിച്ചിട്ടുള്ള അതിലേക്ക് മാറ്റിയാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. വാവിജ് വരുമ്പോ ദഅ യദഉ ദാഇൻ അദ്ദാഇ. നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ? ദഅ പറഞ്ഞപ്പോഴത്തേക്ക് ദാഇൻ വരും. അൽ വന്നാൽ യാ പോയി തിരിച്ചു വരും. ദാഇൻ എന്നുള്ളത് ശരിക്കും ദഅ യദഉ എന്ന് വന്നതുകൊണ്ട് ദാഇബുൻ ആണ്. മദ്ഉൻ മദ്ഉൻ എന്നത് മദ്ഉവനാണ്. മഫ്തൂഹൻ പോലെ. നാഖിസുൽ യാഇ ഹദാ ഹദാ യഹ്ദി. ഹാദിൻ വരും. അൽ വന്നാൽ അൽ ഹാദി വരും. ഹാദിയുൻ എന്നാണ് അസ്ല്. മഹ്ദിയുൻ മഹ്ദൂയുൻ എന്നാണ്. കാരണം മഫ്തൂഹ് പോലെയാണ്.
اوكي. ثم ننتقل الى الدرس السادس. في الدرس السادس نتحدث اسم المكان والزمان. اسم المكان والزمان. اسماني എന്നാണ് കേട്ടോ. ഇസ്മാനി അൽ മക്കാനി വസ്സമാൻ. അപ്പോൾ ഇസ്മാനിയെ മക്കാനിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ ഇസ്മാനിയുടെ നാ പോവും. അപ്പൊ ഇസ്മാൽ മക്കാനി ചേർത്ത് വായിക്കുമ്പോൾ ഇസ്മ ദീർഘമില്ല. അലിഫ് എഴുതുമ്പോഴത്തേക്ക് അലിഫ് ഉണ്ടാവും. അൽ ഇസ്മാ അൽ മക്കാനി യദാ അബി ലഹബിന് പോലെ. ഇസ്മൽ മക്കാനി വസ്സമാൻ. അപ്പോ adverb of place or time, സമയത്തെയോ സ്ഥലത്തെയോ സൂചിപ്പിക്കുന്ന പദം ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതെന്തായിരിക്കും? മഫ്തഹ് രൂപത്തിലായിരിക്കും. എപ്പോൾ? ജറാ എജിരി പോലെയാണെങ്കിൽ, അതേപോലെ ലഹ യൽഹു പോലെയാണെങ്കിൽ, ജറായിജിരി പോലെ അല്ലെങ്കിൽ ലഹ യൽഹു പോലെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജറായിജിരി എന്ന് പറഞ്ഞാൽ നാക്കിസുൽ യാഇയാണ്. ലഹ യൽഹു എന്ന് പറഞ്ഞാൽ നാക്കിസുൽ വാവിയാണ്. അപ്പൊ വാവിയാണെങ്കിലും യാഇയാണെങ്കിലും നാക്കിസ് ആണെങ്കിൽ എങ്ങനെയായിരുന്നു വരിക? മഫ്തഹ് രൂപത്തിലാണ് വരിക. മഫ്അൽ രൂപത്തിലാണ് വരിക. ഏത്? ഇസ്മുൽ മക്കാനിന്റെയും ഇസ്മുൽ മക്കാനിന്റെയും ജമാനിന്റെയും രൂപം. ഇനി അതിന്റെ ഇതിൽ യഥാർത്ഥത്തിൽ എന്താണ്? ഇതിന്റെ മധ്യത്തെ അടയാളമാണ് നോക്കുന്നത്. മധ്യത്തെ അടയാളം ജറാ എജിരി വന്നപ്പോഴേ മധ്യത്തെ അടയാളം എന്താ? കസ്റാണ്. ജറാ എജിരി വന്നപ്പോ മധ്യത്തെ അടയാളം കസ്റാണ്. ലഹ യൽഹു വന്നപ്പോ മധ്യത്തെ അടയാളം എന്താണ്? ജറാ എജിരി. മുളാരിയില് എന്താണ് മധ്യത്തെ അടയാളം? ജറാ എജിരിക്ക് കസ്റാണ്. ലഹ യൽഹു വന്നപ്പോ മധ്യത്തെ അടയാളം ലമ്മാണ്. അപ്പൊ മധ്യത്തെ അടയാളം എങ്ങനെയാണ് അങ്ങനെ വരിക? മധ്യത്തെ അടയാളം നോക്കേണ്ടതില്ല. എപ്പോഴും നാക്കിസ് ആണെങ്കിൽ മധ്യത്തെ അടയാളം നോക്കേണ്ടതില്ല. അന്ത്യത്തിലല്ലേ വരുന്നേ? അന്ത്യത്തിലല്ലേ യാ വരുന്നത്? അതായത് നമ്മള് ഇസ്മ ജമാനും മക്കാനും പറയുമ്പോ മധ്യത്തെ അടയാളം നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. എന്നാൽ നാക്കിസ് ആകുമ്പോൾ മധ്യത്തെ അടയാളം നോക്കേണ്ടതില്ല. ജറാ ഇജിരി ആയിരുന്നാലും ലഹ യൽഹു ആയിരുന്നാലും മജ്റ മൽഹ എന്നാണ് വരിക. അതേസമയം അതിന് ഫതഹോ അല്ലെങ്കിൽ ലമ്മോ ആണെങ്കിൽ, ഫതഹോ ലമ്മോ ആണെങ്കിൽ നേരത്തെ പറഞ്ഞത് മജ്റ മൽഹ എന്ന് പറഞ്ഞത്. ഫതഹോ ലമ്മോ ആണെങ്കിൽ എന്ത് ചെയ്യണം? മഫ്അൽ രൂപത്തിലാണ് വരിക കേട്ടോ. മഫ്അൽ രൂപത്തിലാണ്. അതാണ് കോമൺ രൂപം. മഫ്അൽ രൂപമാണ് കോമൺ രൂപം എന്ന് പറഞ്ഞാൽ ഫതഹോ ലമ്മോ ആണ്. ഫഅല യഫ്അലു ആണെങ്കിലും നസറ യൻസുറു ആണെങ്കിലും എങ്ങനെ വരിക? മഫ്അൽ രൂപത്തിലാണ് ഇസ്മുൽ ജമാൻ ഇസ്മുൽ മക്കാനും വരിക. ഇനി അതല്ല, ഇതിന്
വഖഫ യഖിഫ് പോലെ അബൂനക്രിയയിൽ കെസ്ർ വന്നാൽ എന്ത് ചെയ്യണം? മൗഖിഫ് പോലെയാണ് വരിക. മൗഖിഫ് പോലെയാണ് വരിക. അപ്പൊ മധ്യത്തിലെ അക്ഷരത്തിന്റെ ഹർക്കത്താണ് നോക്കുന്നത്. ഇവിടെ മിസാലാണെങ്കിൽ അങ്ങനെ പറയോ? ഇത് മിസാൽ തന്നെയാണല്ലോ. അതെ, ആ, മിസാലാണെങ്കിലാണ് ഇങ്ങനെ വരിക. ഏത്? മൗഖിഫ് മിസാലാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അടയാളം നോക്കാതെ എങ്ങനെ വരും? മൗഖിഫ് എന്നും മൗഖിഫ്. മൗഖിഫ് എന്നാണ് വരിക. മിസാലാണെങ്കിൽ മൗഖിഫ് എന്നാണ് വരിക. മിസാലാണെങ്കിൽ അപ്പം അത് നേരത്തെ പറഞ്ഞതുപോലെ അടയാളം നോക്കാതെ, അത് എന്താണ്? അടയാളം നോക്കാതെയാണ് മൗഖിഫ് എന്ന് വരിക. പിന്നെ അത് വഖഫ യഖിഫു ആയിരുന്നാലും അതേപോലെ ആയിരുന്നാലും അടയാളം നോക്കാതെ മൗഖിഫ് പോലെയാണ് വരിക. പിന്നെ ഇനിയുള്ള ബാക്കിയുള്ളത് എന്താണ്? ലറബ യളിരിബ് പോലെ കെസ്ർ വന്നാൽ, ലറബ യളിരിബ് പോലെ കെസ്ർ വന്നാൽ, നേരത്തെ നമ്മൾ ഫത്തഹം ലമ്മം പറഞ്ഞല്ലോ. ഫത്തഹം ലമ്മം വന്നാൽ എന്താണ്? കോമൺ മഫ്തഹ് പോലെ, മൽഅബ് പോലെയാണ് വരിക. നാക്കിസ് ആണെങ്കിൽ മജ്റ പോലെ, മജ്റ മൽഹ. മൽഹ എന്ന് പറഞ്ഞാൽ എന്താ? ഉപ്പോ അല്ല, ലഹുവിന്റെ സ്ഥലം. ലഹു എന്താ? ലഇബൻ വലഹുവൻ, കളിയും തമാശയും പഠിച്ചിട്ടില്ലേ? ആയിക്കോട്ടെ. നിങ്ങൾക്ക് തമാശ ഒന്നും അറിയാത്തോണ്ടാ. അത് തന്നെ. ഈ ലോകത്ത് കളിയും തമാശയൊക്കെ വേണമെന്ന്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. പിന്നെ നാക്കിസ് ആണെങ്കിൽ മജ്റ മൽഹ പോലെ, മിസാലാണെങ്കിൽ മൗഖിഫ് പോലെ. അപ്പോൾ എന്തില്ല? അടയാളം നോക്കേണ്ടതില്ല. മിസാലാണെങ്കിൽ മൗഖിഫ് പോലെ, നാക്കിസ് ആണെങ്കിൽ മൽഹ പോലെ അല്ലെങ്കിൽ മജ്റ പോലെ. പിന്നെ അജ്വഫ് ആണെങ്കിൽ ഇതുപോലെ തന്നെയല്ലേ വരിക? പിന്നെ മക്കാലു പോലെ അല്ലേ? താഫയത്തൂഫു മത്താഫ്. ശരിയാണ്. അത് മിസാലായിരുന്നാലും ശരി, അതേപോലെ അല്ലേ? അപ്പോഴങ്ങനല്ലേ വരിക? ലറബ യളിരിബാണെങ്കിലും എന്താണ്? മജ്ലിസ് പോലെ ആയിരിക്കും വരിക. മജ്ലിസ് അല്ലെങ്കിൽ മൻസിൽ പോലെ ആയിരിക്കും വരിക. മിസാൽ അല്ലെങ്കിൽ, മിസാൽ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? മൗഖിഫ് പോലെയാണെന്ന് പറഞ്ഞു. മശരിഖ് വ മാരിബ് എന്നൊക്കെ പറയുമ്പോ ശറഖ, ഗറബ, ഗറബ യഗ്റുബു, ഗറബ യഗ്റുബു. സൂറത്തുൽ കഹ്ഫിൽ എന്താ പറഞ്ഞത്? ഹത്താ ഇദാ ബലഗ മഗ്രിബ ശംസി കാണാൻ പഠിച്ചില്ല, കണ്ടുപഠിക്കണം. തഗ്റുബു ഫീ ഐനിൻ ഹമിഅത്തിൻ എന്നല്ലേ പറഞ്ഞത്? തഗ്റുബു വന്നില്ലേ?
യഹ്റുബാണെങ്കിൽ മഹ്റബ് എന്നല്ലേ ഒരു ഉസ്താദ്? ഹറബ യഹ്റുബു. ഉം. അപ്പം ഇനി അത്ര ഗ്രൂപ്പ് ആയില്ല. ഹറബ യഹ്റുബു വരുമ്പോഴത്തേക്ക് എന്താ പറഞ്ഞത്? മറ്റേ ദഖല യദ്ഖുലു ആണെങ്കിലും ലഇബ യൽഅബു ആണെങ്കിലും മൽഅബ് പോലെയാണെന്ന് പറഞ്ഞില്ലേ? കെസ്റ ആണെങ്കിൽ മാത്രമേ എന്തേ ഉള്ളൂ, മജ്ലിസ് വരുള്ളൂ. അപ്പൊ മഗ്‌രിബ് വരുന്നത് പിന്നെ എങ്ങനെയാ? മഹ്റബൻ. അല്ല, ലറബ എള്ളിൽ വരുമ്പോഴത്തേക്ക് മഗ്‌രിബും മഗ്‌രിബൊക്കെ വരുന്നത് എങ്ങനെയാ? മജ്ലിസ് ഉണ്ട്, ജലസ യജ്ലിസു. യഹ്റുബ് ആണെങ്കിൽ മഹ്റബ് എന്നല്ലേ ഒരു ഉസ്താദ്? അല്ല, അവിടെ വേറെ ഒരു ഇതുണ്ട്, എന്താന്ന് പറയാ, ഖറബ പിന്നെ യഗ്രിബു ആവോ? അല്ല, അതില് എന്താണ് എക്സെപ്ഷനിലാണ് ഇത് വരുന്നത്, മഗ്‌രിബ് വരുന്നത്. എക്സെപ്ഷൻ അത് എവിടെ വന്നിട്ടുണ്ട്, അത് എവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ മസ്ജിദും അങ്ങനെ തന്നെ ആവും അല്ലേ? ഷറക്ക യശ്രിക്കുവാണ്. ഷറക്ക യശ്രിക്കുവാണ്, യശ്റുക്കുമല്ല, യശ്രിക്കാണ്. മഗ്‌രിബ് മാത്രമേ പ്രശ്നമുള്ളൂ. മഗ്‌രിബ് മാത്രമേ പ്രശ്നമുള്ളൂ. നോട്ട്സില് ബി ഖറബയ്ക്കേ എന്ന് പ്രശ്നമുള്ളൂ പറഞ്ഞതില് അല്ലേ? സർ, നോട്ട്സില് ബി എന്ന് ഇഫ് ദ സെക്കൻഡ് റാഡിക്കൽ ഓഫ് ദി നോൺ നാക്കിസ് വെർബ് ഹാസ് ഫതഹ ഓർ ദമ്മ ഇൻ ദി മുദരി. അപ്പൊ അത് മൽഅബ് മജ്ലിസ് മഷ്റബ് പോലെയാണെന്നാണ് പറഞ്ഞത്. മഗ്‌രിബിന് എക്സെപ്ഷൻ ആണ് മഗ്‌രിബ്. അതിവിടെ വന്നിട്ടുണ്ട്, ഞാൻ ഇപ്പൊ നോക്കാമത്. ഖറബ യഗ്റുബു തന്നെയാണ് കൊടുത്തുള്ളത്. ഖറബ യഗ്റുബു ആണ്, പക്ഷേ അതുപോലെ ഉസ്താദ് തന്നെ ശറക്ക യശ്റഖു ആണ് അല്ലേ? ശറക്ക യശ്റഖു ആണ്. അല്ല, ഇതില് കൊടുത്തിട്ടുള്ളത് അങ്ങനെയല്ലോ. താഴെ എവിടെയുണ്ട്? ഇതിന്റെ താഴെ കൊടുത്തില്ല, മശ്രിഖു മിൻ ശറക്ക യശ്റഖു എന്നാണ് കൊടുത്തുള്ളത്. അതുപോലെ മഗ്‌രിബു മിൻ ഖറബ യഗ്റുബു. എക്സ്പ്ലനേഷൻ ഉണ്ട്. സജദ യസ്ജുദു. അതെ. Exceptions to this rule are സജദ യസ്ജുദിന്റെ മസ്ജിദ് എന്ന് പറയുന്നതും മശ്രിഖും മഗ്‌രിബും ഒക്കെ എന്താണ്? എക്സെപ്ഷൻസ് ആണ്. എക്സെപ്ഷൻസ് ആണ്. According to the rule, this should have been on the pattern of മഫ്അൽ. അതിന്റെ മഫ്അൽ രൂപത്തിലാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ്, മശ്രിഖും മഗ്‌രിബും ഒക്കെ എക്സെപ്ഷൻസ് പെട്ടതാണ്. മസ്ജിദും സജദ യസ്ജുദും ആണ് അവിടെ മസ്ജിദ് എന്നാണ് വരുന്നത്. ഓക്കെ. പിന്നെ അതില് അതിലെന്ത് ചെയ്യാം? താ ആഡ് ചെയ്യാം. ചില സന്ദർഭത്തിൽ ഒരു താ ആഡ് ചെയ്യാം. നോട്ട്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. എ താ മർബൂത്ത മേ ബി ആഡഡ് ടു ബോത്ത് ദ പാറ്റേൺസ്. അപ്പം മൻസിലെന്നും മൻസിലത്തെന്നും പറയാം. അതേപോലെ മദ്രസ എന്നും മദ്രസത്തുൻ എന്നും പറയാം. പഠിക്കുന്ന സ്ഥലത്തിന് മദ്രസത്തുൻ എന്നും പറയാം, മദ്രസുൻ എന്ന് പറയാം. ദറസ യദുറസു മദ്രസുൻ എന്നും പറയാം, മദ്രസത്തുൻ എന്നും പറയാം. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. അത് മുഷരിഫ് ആരാണ്? സൂപ്പർവൈസർ വന്നു. ബഅദ തഹിയ്യ. അപ്പൊ ഇത് വേറൊരു യൂസേജ് ആണ്. ബഅദ തഹിയ്യ എന്ന് പറഞ്ഞാൽ തഹിയ്യത്ത് എന്താ? ആവർത്തനം കൊണ്ട് അർത്ഥമില്ല, എന്താ പറയാ, അർത്ഥലോപം വന്ന ഒരു സംഭവമാണ് തഹിയ്യത്ത്. സൽക്കാരം എന്നുണ്ടോ? അല്ല, ഇത് എല്ലാ ദിവസവും പറയാറുണ്ടോ നിങ്ങൾ തഹിയ്യത്ത്? അത്തഹിയ്യാത്തു അഭിവാദ്യങ്ങൾ.
അപ്പൊ ബാദ തഹിയ്യ എന്ന് പറഞ്ഞാൽ അഭിവാദ്യത്തിന് ശേഷം. ബാദ തഹിയ്യ അഭിവാദ്യത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, ഹായ് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇസ്ലാം വലൈക്കും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്താണ് എന്ന അഭിവാദ്യം എന്ന് എടുത്തു പറയാതെയാണ് ബാദ തഹിയ്യ എന്ന് പറഞ്ഞത്, അഭിവാദ്യത്തിന് ശേഷം. അൻതും അൽ മുശ്തരിക്കൂന അൻതുമുൽ മുശ്തരിക്കൂന ഫീ റഹ്ലത്തിൽ ഹജ്ജ്. മുശ്തരിക്കൂൻ ആരാണ്? പാർട്ടിസിപ്പൻസ്. ഇഷ്തറക്ക പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഇഷ്തറക്ക യഷ്തരിക്കു, മുഷ്തരിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നയാള്. അഷറക്ക യുഷരിക്കും എന്ന് പറഞ്ഞാൽ പങ്ക് ചേർക്കുന്നയാള്. ഇഷ്തറക്ക എന്ന് പറഞ്ഞാൽ പങ്കാളിയായി. ഇഷ്തറക്ക പങ്കാളിയായി, അഷറക്ക പങ്കാളിയാക്കി. അപ്പൊ ആൻതുമുൽ മുശ്തരിക്കൂൻ, ആർ യു പാർട്ടിസിപ്പേറ്റിംഗ്? പാർട്ടിസിപ്പൻസ് എന്നാണ് ശരിക്കും. ഫീ റഹ്ലത്തുൽ ഹജ്ജ്, എന്റെ ഹജ്ജ് ട്രിപ്പ്, ഹജ്ജ് യാത്രയിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടോ, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? അഹ്മദ് നഅം, യെസ്. അൽ മുശ്രിഫ് يعدهم ويناديهم ثم يقول يعدهم ويناديهم. എണ്ണുകയും വിളിക്കുകയും ചെയ്തു. സുമ്മ യഖൂലു, അപ്പൊ എന്ത് ചെയ്യാം? പേര് വിളിച്ചതാ അബ്ദുറഹ്മാൻ, അബ്ബാസ്, അങ്ങനെ പേര് വിളിച്ചു. യഅദ്ദുഹും വയുനാദീഹിം, വിളിച്ച് എണ്ണുന്നു. സുമ്മ യഖൂലു അൻതുമുല്ലാന സമാനിയത അശർ. അൻതുമുല്ലാന സമാനിയത അശർ, നിങ്ങളിപ്പോൾ 18 പേരുണ്ട്. അതിന് ഹാമിദുൻ അബ്ദുൽ ബാക്കി എന്താർത്ഥം? അബ്ദുൽ ബാക്കിയോ എവിടെയാ? ഹാമിദും അബ്ദുൽ ബാക്കിയും എവിടെ നിന്നാണ്, അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ എവിടെയാന്നല്ല. ചിലപ്പോ നമ്മള് പകുതി വെച്ച് വായിച്ചാല് ഹാമിദും അബ്ദും ബാക്കിയുള്ളവരും എവിടെ നിന്നൊക്കെ വായിച്ചത്. അപ്പൊ അബ്ദുൽ ബാക്കി, അബ്ദിനെ ബാക്കിയിലേക്ക് ഇളാഫത്ത് ചെയ്തിരിക്കുകയാണ്. അള്ളാന്റെ അസ്മാൽ ഹുസ്നയിൽപ്പെട്ടതാണ് അൽ ബാക്കി. അവിടെ വാവ് വരണമായിരുന്നു, അബദ് വേറെ ആണെങ്കിൽ വാവ് വരണമായിരുന്നു. അത് കഴിഞ്ഞു. അതെ അതെ അതെ, ശരിയാണ്. അൽ ബർറാ. അപ്പൊ ബർറാ പറഞ്ഞു. ബർറാ എന്നൊരു സാഹിബിയുടെ പേരാണ് കേട്ടോ. ബർറാ എന്നത് ഒരു സാഹിബിയുടെ പേരാണ്. ബർറാ ഇബ്നു ആസിദ് എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് നിവേദനം ചെയ്യുന്ന ഒരു സാഹിബിയാണ്. ഇവിടെ സ്റ്റുഡന്റ് ആണ്. ഹാമിദൻ ഫിൽ മത്അം. ഹാമിദ് എവിടെ ഉണ്ട്? ക്യാൻറ്റീനിലുണ്ട്. അപ്പൊ ക്യാൻറ്റീൻ എന്നുള്ളത് എന്താണ്? മത്അം എന്നത് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത്, ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. ഭക്ഷണം കഴിക്കുന്നതിന് എന്താ പറയാ? ഡൈനിങ് റൂമോ എന്തെങ്കിലും പറയാം. തഅമ യതഅമു. തഅമ യതഅമു. അപ്പൊ എന്താണ്? ശരീബ പോലെ. ശരീബ യശ്റബു. മത്അം, ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. ഹാമിദൻ ഫിൽ മത്അം, അദ്ദേഹം മത്അമിലാണ്. അമ്മ അബ്ദുൽ ബാക്കി, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച അമ്മ വന്നു. അമ്മ അബ്ദുൽ ബാക്കി ഫഖദ് ദഹബ ഇലൽ മസ്ജിദ്, അയാൾ പോയി? ബാങ്കിൽ പോയി. മസ്രിഫ്, എക്സ്ചേഞ്ചിൽ പോയി. മണി എക്സ്ചേഞ്ച് എന്ന അർത്ഥത്തിലാണ് മസ്രിഫ് പ്രയോഗിക്കാൻ തുടങ്ങിയത്. سيأتيان بعد 10 دقائق إن شاء الله. സയഅതിയാനി, അവർ രണ്ടുപേരും വരും. യഅതിയാനി, ഒരുത്തൻ വരും. യഅതിയാനി, അവർ രണ്ടുപേരും വരും. ബഅദ 10 ദഖായിഖ, 10 മിനിറ്റുകൾക്ക് ശേഷം.
ഇൻഷാ അല്ലാഹ്. المشرف أمستعدون أنتم مستعدون استعد തയ്യാറായി തയ്യാറായി. استعد തയ്യാറായി. استعد തയ്യാറായി. അപ്പൊ അതിന്റെ ഇസ്മു ഫായിലാണ് എന്ത്? മുസ്താഇദ്. അപ്പൊ അതിന്റെ അസ്ൽ എന്തായിരിക്കും മുസ്താഇദിന്റെ? ഇസ്തഅദ. നമ്മൾ ഇസ്താദ ഏത് ഗ്രൂപ്പാന്ന് നോക്കിയിട്ട് ആ ഗ്രൂപ്പിന്റെ അസിലേക്ക് മടക്കിയാൽ എളുപ്പം കിട്ടും. ഇസ്തഗ്ഫറ, ഫറ. ഇസ്തഗ്ഫറ, ഇസ്തഗ്ഫറ, മുസ്തഗ്ഫിറുൻ. അപ്പൊ മുസ്തഅദീദുൻ. അപ്പൊ ഇതാണ് ഇതിന്റെ ഈ പാഠപുസ്തക പരമ്പരയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്, നമ്മൾ പഠിക്കാത്ത രൂപങ്ങൾ പാഠത്തിൽ വരികയില്ല, പഠിച്ച രൂപങ്ങൾ അടുത്ത പാഠത്തിൽ വീണ്ടും തുടർന്ന് വരും. മുസ്തഇദ്ദൂന അൻതും, ആർ യു റെഡി? എന്താണ് ഇതിന്റെ എന്താണ് ഇസ്തഅദ്ദ, യസ്തഇദ്ദു. ഇസ്തഗ്ഫറ ഗ്രൂപ്പ് ആണെങ്കിൽ എന്താകണം? അതത് അല്ല, അതല്ല ഇത് കേട്ടോ. ഇസ്തഗ്ഫർ എന്ന് പറഞ്ഞ ഇസ്തഅദ്ദ യസ്തഇദ്ദു എന്ന് പറഞ്ഞാൽ റെഡിയായി എന്നാണ്. അതെ. അപ്പം എന്താണ്? ഇസ്തഗ്ഫറ, യസ്തഗ്ഫിറു, മുസ്തഗ്ഫിറുൻ. മുസ്തഅദിദുൻ. അപ്പൊ മുസ്തഅദിദുൻ എന്നാണ് അതിന്റെ അസ്ല്. ഓക്കെ, 1 മണിക്കൂറായി. മൂന്നക്ഷര വരിക. മൂന്നക്ഷരം. ആ മൂന്നക്ഷരം വരുന്നത് അതത് തന്നെയാണ് വരിക. ആ ഓക്കെ. അതിനും ദാലും തന്നെയാണ് വരിക. ആ പക്ഷെ അതത് എന്ന് പറയുമ്പം എണ്ണം, അദ്ദ യഅദ്ദു എണ്ണി. ഇസ്തഅദ്ദ യസ്തഇദ്ദു എന്ന് പറയുമ്പോൾ അതദ സിനീന വൽ ഹിസാബ് അതദ സിനീന വൽ ഹിസാബ്, അത് വേറെ. ഇവിടെ എന്താണ്? ഇസ്തഅദ്ദ യസ്തഇദ്ദു, തയ്യാറായി, റെഡിയായി. മുസ്തഇദ്ദൂന അൻതും, ആർ യു റെഡി? കേട്ടോ, അൻതും വന്നതുകൊണ്ട് രണ്ടാം എടുത്ത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ റെഡിയാണോ? ഹസൻ, ഇൻഷാ അല്ലാഹ്. അലി, മറ്റേ സഫർ ഇൻഷാ അല്ലാഹ്. അപ്പൊ അടുത്ത സ്റ്റുഡന്റ് ചോദിക്കുകയാണ്, മറ്റേ സഫർ ഇൻഷാ അല്ലാഹ്, എപ്പോഴാണ് യാത്ര? അൽ മുഷിഫ് في الساعة الثالثة بإذن الله. അപ്പൊ ഇൻഷാ അല്ലാഹ്ക്ക് പറയാൻ പകരം ബിഇദ്നില്ലാ എന്ന് ഉപയോഗിക്കാം. അള്ളാന്റെ അനുമതിയോടെ എന്നല്ലേ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹ് ഉദ്ദേശിച്ചാൽ, അള്ളാന്റെ അനുമതി ഉണ്ടെങ്കിൽ സാഅത്ത് സാലിസത്തി എത്ര മണിക്ക് പോകും? 3 മണിക്ക് 3 മണിക്ക് പോകും. അഹമ്മദ്, അയിന എൽത്തഖി? എൽത്തഖി നമ്മൾ പറഞ്ഞില്ലേ, എൽത്തഖ സാക്കിനേന്ന് പറഞ്ഞില്ലേ, 2 സുക്കൂൻ ഒരുമിച്ച് കൂടും. എൽത്തഖി കണ്ടുമുട്ടി. അയിന എൽത്തഖി, വേർ വിൽ വി മീറ്റ്? നമ്മൾ എവിടെയാണ് ഒരുമിച്ച് കൂടുന്നത്? അപ്പൊ ഹജ്ജിന് പുറപ്പെടുമ്പോ എവിടെ എത്തണം എന്നുള്ള ചോദ്യം. അതിന് നെൽത്തഖി, നമ്മൾ എവിടെ കണ്ടുമുട്ടും? മുഷീഫിനെ എൻ്റെ ചോദിക്കുകയാണ്. അത് മുഷീഫ്, നെൽത്തഖി ഫി മൗഖിഫി സയ്യാറാത്ത്. അപ്പൊ വഖഫ യഖിഫു, അപ്പൊ എന്തായി? അതെന്താണ്? എന്തിനമാണ്? അജ്വഫാണോ? വഖഫ് ആദ്യമാണ്. അപ്പൊ മിസാൽ. മിസാലാണ്. അപ്പൊ അവിടെ വേറെ അടയാളങ്ങളൊന്നും നോക്കണ്ട. മൗഖിഫ്, മൗഖിഫ് സയ്യാറാത്ത്. കാർ പാർക്കിങ്ങിലാണ് നമ്മൾ നോക്കുക. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ നോക്കേണ്ടത്. ബിൽ ജാമിഅത്തി. ഇവിടെ സയ്യാറാത്ത് എന്ന് പറയുമ്പോൾ കാർ മാത്രമല്ല കേട്ടോ. സയ്യാറാത്ത് എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ പാർക്കിംഗ് ആണ്. മൗഖിഫ് സയ്യാറാത്ത് എന്ന് പറഞ്ഞാൽ ബിൽ ജാമിഅത്തി, യൂണിവേഴ്സിറ്റിയുടെ വെഹിക്കിൾ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് നമ്മൾ ഒരുമിച്ച് കൂടുക. യജിബു അൻ തകൂനു ഹുനാക ഖബല മൗഇദി സഫർ. അപ്പൊ എന്താണ്? വഅദ യഈദു എന്തേനം ക്രിയാണ്?
മിസാല്. മിസാല്. അപ്പൊ പിന്നെ വേറെ ഒന്നും നോക്കണ്ട. മൗഈദ്. മൗഈദ് എന്ന് പറഞ്ഞാൽ എന്താ? അതെ. നിർണിതമായ വാസ- സമയം. നിർണിതമായ സമയം. മൗഈദ് സഫർ. യാത്രയുടെ നിശ്ചിത സമയത്ത് മുമ്പ് അവിടെ എത്തിയിരിക്കണം. നിങ്ങൾ അവിടെ ഉണ്ടാകണം. അൻ തക്കൂനു യജിബു അൻ തക്കൂനു. ഈസ് എസെൻഷ്യൽ. യു ഷുഡ് ബി ദയർ. മൗഈദ് സഫരി ബിനിസ്ഫി അത് സഅ. സഫരി ബിനിസ്ഫി സഅത്തിൻ. അരമണിക്കൂർ മുമ്പ് ഉണ്ടാകണം. മുമ്പ്. അരമണിക്കൂർ മുമ്പ് ഉണ്ടാകണം. അപ്പൊ ആ പ്രയോഗം ശ്രദ്ധിച്ചു വെച്ചോളാം. സഫരി. യജിബു അൻ തക്കൂനു ഹുനാക ഖബല മൗഈദ് സഫരി ബിനിസ്ഫി സഅ. മൗഇദ് സഫരി ബിനിസ്ഫി മൗഇദ് സഅത്തിൻ. സഫറിന്റെ അരമണിക്കൂർ മുമ്പ് നിങ്ങൾ അവിടെ ഉണ്ടാകും. ഹാത്തു ഹഖായിബക്കും. ഹാത്തു ഹഖായിബക്കും. ഹാത്തു എന്താ അർത്ഥം? ഹാത്തു കൊണ്ടുവരൂ. 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 ഹഖായിബ് ഹഖീബത്തിന്റെ ബഹുവചനം. ഹഖീബത്തൻ ജമ ഹഖായിബ്. ഹഖായിബു മസാജിദ് പോലെ. ഹഖായിബു. ഹഖായിബുകൾ ബാഗുകൾ കൊണ്ടുവരും. വലഊഹ. പിന്നെ അടുത്ത് എന്താ വായിക്കുക? വലഊഹ. വദഊഹ. വദഊഹ അല്ല. വദഊഹ എന്ന് പറഞ്ഞാൽ അവർ അതിനെ വെച്ചൊന്നായി. ഇവിടെ എന്താ? വദഊഹ അതിനെ വെക്കൂ, അല്ലെങ്കിൽ അവയെ വെക്കൂ. ജമ്മ ആയതുകൊണ്ടാണ് മുഅന്നസ് ഉപയോഗിച്ചത്. ലഊഹ അവയെ വെക്കൂ. ഫിശ്ശയ്യാറത്തിൽ വാഖിഫത്തി അമാമ മദ്ഖലിൽ മഹ്ജ. മഹ്ജ. മഹ്ജന്റെ മുളാരി എന്താ? ഹജ്ജഅ യഹ്ജഉ. യഹ്ജഉ. അപ്പൊ എന്തായി? മഹ്ജഉ. മഹ്ജഉ. അപ്പൊ അമാമ മദ്ഖലിൽ മഹ്ജഇ. മഹ്ജഇന്റെ ഹോസ്റ്റലിന്റെ മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന സയ്യാറയിൽ വെക്കൂ. ഹാത്തു കൊണ്ടുവരൂ. ഹഖായിബക്ക് നിങ്ങളുടെ ബാഗുകൾ. വദഊഹ അത് വെക്കൂ. ഫി സയ്യാറത്തിൽ വാഖിഫത്തി നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ, വാഹനത്തിൽ. അമാമ മദ്ഖലിൽ മഹ്ജഇ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലുള്ള. നായിഫ്. ലമ്മാ യഅതി സുമലാഉന. ലമ്മാ യഅതി സുമലാഉന. ലമ്മ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇല്ല. ഇതുവരെയും എത്തിയിട്ടില്ല. ഇതില്ല. ലമ്മാ യഅതി വന്നിട്ടില്ല. ലമ്മാടെ അർത്ഥം എന്താണ്? അല്ല, ലമ്മാടെ ലമ്മ വന്നാൽ എന്ത് ചെയ്യണം? ലം യതി. ലം യഅതി എന്ന് പറഞ്ഞതുപോലെയാണ്. അതേപോലെ ജസ്മി ചെയ്യണം. ഇൻ, ലം, ലമ്മ, ലാമുൽ അംർ, ല അന്നാഹി എന്നീ 5 എണ്ണമാണ് ജസ്മി ചെയ്യുന്നത്. ലമ്മ യഅതി എത്തിയിട്ടില്ല, ഇതുവരെയും എത്തിയിട്ടില്ല. സുമലാഉന നമ്മുടെ ക്ലാസ്മേറ്റ്സ്. അസ്സാക്കിനൂന ഫിൽ മഹ്ജഇ സാനി സെക്കൻഡ് ഹോസ്റ്റലിൽ താമസിക്കുന്നവര്. സെക്കൻഡ് ഹോസ്റ്റലിൽ താമസിക്കുന്നവരാരും ക്ലാസ്മേറ്റുകളൊന്നും എത്തിയിട്ടില്ല. haven't arrived yet. المشي أولئك سيلحقون بنا عند محطة القطار القديمة. محطة സ്റ്റേഷൻ. محطة القطار എന്താ? റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ. അവര് സയൽഹഖൂന, ലഹിഖ യൽഹഖു ചേർന്നു. ലഹിഖ യൽഹഖു ചേർന്നു. ഉലൈക അവർ സയൽഹഖൂന ബിന നമ്മോടൊപ്പം ചേരും. ഇൻദ മഹത്തത്തിൽ ഖിതാർ അൽ ഖദീമത്തി ഓൾഡ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത്. മഹത്തത്ത് കേട്ടാ. ഹത്ത യഹത്തു. മഹത്തത്തിൽ ഖിതാരിൽ ഖദീമി എന്നാണ് ഞങ്ങളുടെ ബുക്കില്. ഖദീമി എന്നേ ഉള്ളോ? ഖദീമേ ഉള്ളു. ഖദീമത്തി വേണം അല്ലെ? മഹത്തത്ത് ഇതല്ലേ, സ്ത്രീലിംഗല്ലേ? മഹത്തത്ത് സ്ത്രീലിംഗ വേണ്ട, ഖദീമത്ത് വേണം എന്നുള്ളതാണ്. അപ്പൊ മഹത്തത്തിൽ എന്താണ്? താ വന്നിട്ടുണ്ട്.
ഏത് മദ്രസത്ത് പോലെ ഹത്ത യഹത്തു فيخط ആ വെച്ചു മഹത്തത്ത് വെക്കുന്ന സ്ഥലം ഖിത്താർ. ഓക്കെ. വണ്ടി ഇറക്കുന്ന സ്ഥലം. ആ വണ്ടി വെക്കുന്ന സ്ഥലം. അപ്പൊ അവിടെ നിൽക്കട്ടെ, ബാക്കി എല്ലാവരും വന്നിട്ട് പോയാൽ വേണ്ടി. ഓക്കെ. രണ്ടാമത്തെ ഹോസ്റ്റലിലുള്ളവർ വരട്ടെ, നമുക്ക് ഏത് പോവാം. സെക്കൻഡ് രണ്ടാമത്തെ ഹോസ്റ്റലുള്ളവർ വരട്ടെ. ഹോസ്റ്റലിലുള്ളവർ വരട്ടെ എന്ന് പറയാം. ആ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാം. نقف عند محطة القطار القديمة. ഉസ്താദെ നമ്മൾ പറഞ്ഞില്ലേ എമർജൻസി മെഡിസിൻ അത് ഉണ്ട് കേട്ടോ, ഒരു 3 years കോഴ്സ് ഉണ്ട്. അതെ അതെ, ഉസ്താദെ, അത് എമർജൻസി മെഡിസിന്റെ MD എന്ന് പറയുന്നത് 3 year കോഴ്സ് ആണ്. പിന്നെ ഒരു അതെ. വർഷത്തെ സീനിയർ റെസിഡൻസിയും കൂടെ ചെയ്താലേ അത് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. ഇപ്പൊ നല്ല റാങ്ക് ഉണ്ടെങ്കിലേ അത് കിട്ടത്തുള്ളൂ. എന്റെ ശരി. മോൾ അതാ കഴിഞ്ഞത്. അവർക്ക് എന്താണ് അവർക്ക് എന്തൊക്കെ ചെയ്യാനുള്ളതാണ് അധികാരമുള്ളത്? അതെ, ഈ മെഡിക്കൽ കോളേജിലാണ് എല്ലാ അധികാരവും ഉണ്ട്. തുടക്കത്തില് ആദ്യം എല്ലാം ചെയ്യാം അവർക്ക്. ഈ ഇവരെ സ്റ്റെബിലൈസ് ചെയ്ത് അടുത്ത വകുപ്പിൽ കൊടുക്കണം. അത് വന്നില്ലേ? ആ അത് സ്റ്റെബിലൈസ് ചെയ്യുന്ന പറഞ്ഞാൽ എമർജൻസി ആയതുകൊണ്ട് അവർക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റി മാത്രമാണ്. ആ ബാക്കി ഉടനെ അതെ, എന്ത് ചെയ്യണം? അയാള് സ്റ്റെബിലൈസ് ചെയ്തിട്ട് ഹാൻഡ് ഓവർ ചെയ്യണം. അന്നേരം അതാണ് അതിന്റെ ജോലി. അന്നേരം എല്ലാത്തിലും ഇവരെ ഓരോ മാസം 3 മാസം വീതം ഓരോ ബ്രാഞ്ചിൽ വിടും. വിട്ടിട്ടാണ് ഇവരെ ഇതാക്കുന്ന ട്രെയിൻ ചെയ്യുന്ന ആദ്യം. അതായത് 3 വർഷം. നമ്മള് ജനസംഖ്യ വികസിച്ച് വരുന്നതിനനുസരിച്ചും കാലഘട്ടത്തിന്റെ വികാസത്തിനനുസരിച്ചും റിക്വയർമെന്റിന്റെ ആധിക്യത്തിനനുസരിച്ചും എന്ത് ചെയ്യും? ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ കൂടി വരും. എന്താ ഇതെല്ലാം AI വന്നതോടെ എല്ലാം ഠിം എന്ന് പറഞ്ഞ് തകർന്നു പോകും. ചില ആൾക്കാർ പറയും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ സർജറി നടത്തുന്ന റോബോട്ടാണെന്നൊക്കെ പറഞ്ഞ് പരസ്യം കൊടുക്കും. അവര് അതിന്റെ കോൺസിക്വൻസിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. റോബോട്ട് ഉണ്ട് ഉസ്താദെ, അത് വളരെ സ്ഥിരമായി അതായിട്ട് അതിന്റെ അത് എന്താ പറയാ, അതിനെ അത്രയും സൂക്ഷ്മമായിട്ട് ചെയ്യാൻ പറ്റും റോബോട്ട് വെച്ചിട്ടാകുമ്പോ. അതെ ഞാൻ പറയുന്നത്. അപ്പൊ അതിന്റെ കോൺസിക്വൻസ് എന്താണ്? റോബോട്ട് വരുന്നതോടി അത്രയും പേരുടെ എംപ്ലോയ്മെന്റ് പോയില്ലേ? പേഷ്യന്റിന് അതിന്റെ ഗുണം കിട്ടും. പേഷ്യന്റിന് ഗുണം കിട്ടുമെന്ന് പറയുന്നു. പേഷ്യന്റ് നമ്മൾ പറയുന്നത് വിത്തൗട്ട് സർജറി ലോകത്തേക്കാണ് പോകാൻ പോകുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് സ്പീഡ് ആവാൻ പറ്റും. അതാണ് എന്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ സ്പീഡ് ആവാൻ പറ്റും. അതായത് നമ്മൾ ഇപ്പോഴും AI യെ കുറിച്ച് സംസാരിക്കുകയാണ്. ഞാൻ 1987 IIT